പ്രിയമുള്ളവരെ, ജലീലാണ്, കോഴിക്കോട് തെക്കേപ്പുറം. ഇത് ഇന്നലെ 4/10/2024 ഏകദേശം ഒരു 7:45-8 മണിൻ്റെ അടുത്താണ് മാറാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത്, കോഴിക്കോട്. അങ്ങനെ ഞങ്ങൾ മാറാട് ഏകദേശം കോതീശ്വരെത്താനായിട്ടുണ്ട്. അവിടെയാണ് ഇദ്ദേഹം കിടക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ അദ്ദേഹം റോട്ടിൻ്റെ അരികിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ നാട്ടുകാർ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്താണ് പോലീസിനെ അറിയിക്കുന്നത്. അങ്ങനെ ഏകദേശം നമ്മളൊരു 8-9 മണിൻ്റെ അടുത്ത് ഞങ്ങളവിടെ എത്തി. അദ്ദേഹത്തിന് എണീക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വൃത്തിയാക്കി. ഫുള്ള് മലമൂത്ര വിസർജനമായിരുന്നു. മൂത്രത്തിന് ട്യൂബ് ഇട്ടിട്ടുണ്ട്. പേരറിയുന്നില്ല, സ്ഥലം പറയുന്നില്ല, ഒന്നും അദ്ദേഹം സംസാരിക്കുന്നില്ല. വേദന ആകുന്ന ഒരു വാക്ക് പറഞ്ഞു, പിന്നൊന്നും മുണ്ടിയിട്ടില്ല. ഇങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം 108 ആംബുലൻസിനെ വിളിച്ച് ആംബുലൻസ് വന്ന് മാറാട് പോലീസ് സ്റ്റേഷനത്തെ CI സാറ്, SI സാറ്, ജനമൈത്രി സാറൊക്കെ ഉണ്ടായിരുന്നു. ബീച്ച് ഹോസ്പിറ്റലിൽ നിന്നും TT സ്കാൻ എടുത്ത് ഒരു എക്സ്റേ എടുത്തപ്പം കാലിൻ്റെ നമ്മളെ ഊരൻ്റെ ഭാഗത്തുള്ള എല്ല് പൊട്ടിയിട്ടുണ്ട്. പഴയ എല്ലതാണ്, എന്താ പുതുക്കുള്ള എല്ല് പൊട്ടലല്ല, പഴയതാണ്. ഇദ്ദേഹത്തിന് അറിയുന്ന ഏതെങ്കിലും നല്ലവരായ വ്യക്തികളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. ഇപ്പം ഇന്നലെ വൈകിട്ട് ബീച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിനു വൈകുന്നേരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഇന്നലെ വിളിച്ചിട്ടുണ്ടേനു. അദ്ദേഹത്തിന് ഡിസ്ചാർജാണ്, ബൈസ്റ്റാൻഡറൊന്നുമില്ല, മാറ്റണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ്, കാല് എല്ല് പൊട്ടിയ ആളെ ഞാൻ എവിടെ കൊണ്ട് താമസിപ്പിക്കും? ഒരു വൃദ്ധസദനം ആരും തന്നെ ഏറ്റെടുക്കില്ല. പേരിന് മാത്രമുള്ളൂ. ഇത് കുറ്റപ്പെടുത്തലല്ല, കാര്യമാണ്. ഇപ്പം എല്ല് പൊട്ടിയ ആൾക്കാരെ ട്രീറ്റ്മെൻറ്റ് നടത്തണ്ടേ? അതില്ല. മനുഷ്യനെന്ന പരിഗണന ആരോരുമില്ലാത്തവർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും നൽകുന്നില്ല. എത്ര വട്ടം പറഞ്ഞതാണ്, ഇനി ആരോട് പറയും? അപ്പം ഇദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിനോർത്തിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്. അത്രയും നല്ല സംസാരിച്ചിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലത്തെ അവിടുത്തെ സിസ്റ്റർമാർ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ല് പൊട്ടിയതിനെ കൊണ്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല മാഡം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എവിടെയെങ്കിലും കാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ല് പൊട്ടി എക്സ്റേയിൽ ഇന്നലെ ബീച്ച് ഹോസ്പിറ്റലത്തെ ഡോക്ടർ എടുത്ത് കാട്ടിത്തന്ന, എനിക്ക് എവിടെയും കൊണ്ടുപോകാൻ സ്ഥലമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ 2 ദിവസത്തിനുള്ളിൽ വിവരം തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. നല്ലവരായ നാട്ടുകാർ, ഒരുപാട് സഹായം ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഒന്ന് മാക്സിമം ഷെയർ ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളോ മക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയട്ടെ. പേരും പറയുന്നില്ല, സ്ഥലം പറയുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഒരുക്കിയത് ഈ ശബ്ദത്തിൽ. താങ്ക് യു.